സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാസപ്പടി കേസിൽ വീണ്ടും വലിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് വീണ വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ വേട്ടയാടുന്നുവെന്നും ഇടപാടുകൾ സുതാര്യമെന്നൊക്കെയാണ് വീണ പറയുന്നത്. അതേസമയം അതിശക്തമായി തന്നെ വീണ വിജയനെതിരെ മാധ്യമപ്രവർത്തകൻ MR അജയനും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും BJP നേതാവ് ഷോൺ ജോർജും രംഗത്ത് വന്നിട്ടുണ്ട്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിക്ക് നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് വീണ വിജയൻ താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും പൊതു താൽപര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ വ്യക്തമാക്കുന്നത്. ഹർജിയിലെ ആരോപണങ്ങൾ ബാലിശവും അടിസ്ഥാനമില്ലാത്തതുമാണ്. SFIO അന്വേഷണം നടക്കുന്നതിൽ മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് വീണ കൂട്ടിച്ചേർത്തത്. എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങളിൽ തന്റെ അച്ഛന് പങ്കില്ലെന്നും അച്ഛൻ മുഖ്യമന്ത്രിയായത് കമ്പനി സ്ഥാപിച്ച് 2 വർഷത്തിനു ശേഷമാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. AKG സെന്ററിന്റെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയതെന്നും വീണ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളണമെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ വീണ ആവശ്യപ്പെടുന്നുണ്ട്. കോവളം കൊട്ടാരം കൈമാറ്റത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് നേരത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു. AKG സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചതിനല്ല ROC പിഴ ചുമത്തിയതെന്ന് വീണ വിജയൻ ഇപ്പോൾ പറയുന്നു. പക്ഷേ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുക തന്നെയാണ്. വീണ വിജയൻ പറയുന്നത് അംഗീകരിക്കാൻ കോടതിയിലിരിക്കുന്നത് ഗോവിന്ദൻ മാഷ് അല്ല എന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞത്. അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അറിയണം, മാസപ്പടി കേസ് CBI തന്നെ അന്വേഷിക്കണമെന്നാണ് MR അജയൻ പറയുന്നത്. അഴിമതി നടന്നിട്ടുണ്ടോ എന്നറിയാനാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പൊതു താൽപര്യ ഹർജി നൽകിയതെന്നും മാസപ്പടി കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഹർജിക്കാരൻ MR അജയനും രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമയുദ്ധം ഉറപ്പാവുകയാണ്. മാസപ്പടി വിവാദം വിട്ടിട്ടില്ലെന്നും അവസാനം വരെ തുടരുമെന്നാണ് മാത്യു കുഴൽനാടനും പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടി ലഭിച്ചുവെന്ന വിവാദത്തിൽ നിന്ന് താൻ പിന്മാറില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കി. ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും അവസാനം വരെ സത്യം പുറത്തുകൊണ്ടുവരുന്നതിനായി പ്രവർത്തിക്കുമെന്നും മാത്യു കുഴൽനാടൻ അറിയിച്ചു. ഈ വിവാദം നിയമസഭയിലും പൊതുസമൂഹത്തിലും തുടർച്ചയായി ഉന്നയിക്കുമെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. നേരത്തെ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുഴൽനാടന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. CPM-ന് ഇതിനിടെ വലിയ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇടത് അധ്യാപക സംഘടനാ നേതാവും CPM സൈബർ പോരാളിയുമായ ടോമി മാഷിന്റെ ഇനിയുള്ള യാത്ര കോൺഗ്രസിനൊപ്പം മലപ്പുറത്ത് കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് തുടരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നതോടെ CPM-ന് ആ വഴിക്കും തിരിച്ചടി. നേരത്തെയും CPM വിട്ട് പ്രമുഖ നേതാക്കന്മാർ കോൺഗ്രസിലേക്കും BJP-യിലേക്കും ചേക്കേറിയിരുന്നു. വരാൻ പോകുന്ന നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കൂടുതൽ പേർ CPM വിട്ട് മറ്റു പാർട്ടികളിലേക്ക് എത്തുമെന്നുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട്. നീതി ലഭിച്ചതിൽ സംതൃപ്തി. സംസ്ഥാന സർക്കാരിനെ മുട്ടുമടക്കിച്ച ഡോക്ടർ സിസ തോമസ് നിലപാട് വ്യക്തമാക്കുകയാണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിസ തോമസിന് 2 ആഴ്ചയ്ക്കകം എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഏറെ നാൾ നീണ്ട നിയമ പോരാട്ടത്തിനാണ് ഇതോടെ തിരശ്ശീല വീണത്. 2023 മാർച്ചിലാണ് സിസ തോമസ് തിരുവനന്തപുരത്ത് ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും വിരമിച്ചത്. നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് സിസ തോമസിന്റെ മറുപടി. പലിശ സഹിതം തുക തിരികെ വാങ്ങണമെന്നും അതിനായി ട്രൈബ്യൂണലിനെ സമീപിക്കണമെന്നുമാണ് ഹൈക്കോടതി വിധിയിലുണ്ടായിരുന്നത്. ലഭിക്കാനുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ, പിന്നീട് ട്രൈബ്യൂണലിനെ സമീപിക്കുന്ന കാര്യമടക്കം തീരുമാനിക്കുമെന്നുള്ളതാണ് സിസ തോമസ് വ്യക്തമാക്കുന്നത്. നീതി ലഭിക്കാനായി വലിയ നിയമ പോരാട്ടം തന്നെയാണ് സിസ തോമസ് നടത്തിയത്. മാത്രമല്ല, സിസയ്ക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാനുമുണ്ട്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സർക്കാർ പ്രവർത്തിച്ചുവെന്നാണ് കേരളം ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയത്. ഈ കേസിൽ ഗവർണർ സ്റ്റേറ്റ് ഹെഡ് ആയതിനാൽ അദ്ദേഹത്തിന്റെ ഉത്തരവിനെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും ഏതൊരു ജീവനക്കാരോടും ഇത്തരമൊരു പെരുമാറ്റം വേദനാജനകമാണെന്നും സിസ തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചടി ഭയന്ന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടെന്ന നിയമോപദേശം. ഒടുവിൽ സിസയ്ക്ക് അനുകൂല ഉത്തരവ്. 2 വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിൽ കൂടുതൽ തിരിച്ചടികൾ ഭയന്നാണ് ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന് പെൻഷൻ ആനുകൂല്യം പൂർണ്ണമായി നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയത്. സിസ തോമസിന് 2 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ആനുകൂല്യങ്ങളും നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ ആലോചിച്ചെങ്കിലും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഉപദേശത്തെ തുടർന്ന് നിലപാട് തിരുത്തി സിസ തോമസിന് എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പട്ടികജാതി ഉദ്യോഗസ്ഥ സ്ഥലം മാറിയപ്പോൾ സെക്രട്ടേറിയറ്റിൽ ശുദ്ധികലശം നടത്തിയെന്ന് പരാതി. ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലിൽ ഓഫീസ് അറ്റൻഡന്റായിരിക്കെ
ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന് കാണിച്ച് പട്ടികജാതി കുറുവർ സമുദായത്തിൽപ്പെട്ട കോന്നി സ്വദേശിനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെതിരെയാണ് SC/ST കമ്മീഷന് പരാതി നൽകിയത്. ദേവസ്വം സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് സ്ഥലം മാറിയപ്പോൾ താൻ ഉപയോഗിച്ച മേശയും കസേരയും നീക്കം ചെയ്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അവിടെ ശുദ്ധികലശം നടത്തിയെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞതായാണ് പരാതി. ഗോവിന്ദൻ മാഷ് ചരിത്രം പഠിക്കണം. CPM-മായി ഞങ്ങൾ മുൻപ് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞതോടെ CPM വെട്ടിലായിരിക്കുകയാണ്. തങ്ങളെ വിമർശിക്കുന്നതിന് മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചരിത്രം പഠിക്കണമെന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി CPM-മായി വെൽഫെയർ പാർട്ടി മുൻപ് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി വെൽഫെയർ പാർട്ടിക്കും UDF-നുമെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. ജമാഅത്തെ ഇസ്ലാമി ആഗോളതലത്തിൽ തന്നെയുള്ള വർഗീയ ശക്തിയാണെന്നും അവരുമായുള്ള UDF ബന്ധം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്നാൽ തങ്ങൾ മുൻപ് LDF-മായി ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന വാദവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വരികയായിരുന്നു. വെൽഫെയർ പാർട്ടി രൂപീകരിച്ച ശേഷം വരാനിരിക്കുന്നത് മൂന്നാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ആദ്യ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF-മായും CPM-മായും ധാരണയുണ്ടാക്കി മത്സരിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ്. മലപ്പുറം ജില്ലയെ ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു. ഇത് കുറെ കാലമായി ഞങ്ങൾ ആരോപിക്കുന്ന കാര്യം തന്നെയാണെന്ന് റസാഖ് പാലേരി പറഞ്ഞു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തെക്കുറിച്ച് MV ഗോവിന്ദൻ പഠനം നടത്തണം. CPM-ഉം വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മനസ്സിലാക്കാൻ ഏറെയൊന്നും പുറകിലോട്ട് പോകേണ്ടതില്ല. LDF പിന്തുണയോടെ പല പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് വാർഡ് മെമ്പർമാർ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദു മഹാസഭ LDF-നെ പിന്തുണച്ചത് സംബന്ധിച്ച് എന്താണ് MV ഗോവിന്ദന് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ച് കുപ്രചരണങ്ങൾ നടത്തി മറ്റ് സമുദായങ്ങൾ വോട്ട് നേടാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും വെൽഫെയർ പാർട്ടി പറഞ്ഞു. അതേസമയം ഒരു തരത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായും RSS-ഉമായും LDF കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥികളെ നോക്കി ജമാഅത്തെ ഇസ്ലാമി ചിലപ്പോഴൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായ ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഏതായാലും M സ്വരാജിന് അഖില ഭാരത ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സംഘടനയുടെ പിന്തുണ തള്ളിപ്പറയാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് വിമർശനം. നിലമ്പൂരിൽ PDPയുടെ പരസ്യ പിന്തുണ CPM സ്വീകരിച്ചത് തിരുവനന്തപുരത്ത് ലോ കോളേജ് ചെയർമാനായിരുന്ന സക്കീറിന്റെ രക്തസാക്ഷിത്വം മറന്ന് എന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. സക്കീറിനെ വീട്ടിൽ കയറി അച്ഛന്റെയും കൊച്ചു സഹോദരിയുടെയും മുന്നിൽ കൊലപ്പെടുത്തിയത് 30-അംഗ PDP സംഘം. മദനിയെ പിടിച്ചുകൊടുത്തത് ഭരണ നേട്ടമായി പറഞ്ഞ പാർട്ടി 4 വോട്ടിന് മലക്കം മറിഞ്ഞെന്നും ആക്ഷേപമുണ്ട്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട PDP ബന്ധം CPM-നെ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് പുതിയ ചോദ്യം. ഇൻക്രെഡിബിൾ ഇന്ത്യ പോലും പിന്നിൽ. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നേട്ടവുമായി നമ്പർ 1 കേരളം. ടൂറിസം വെബ്സൈറ്റിന് കുതിപ്പ് എന്ന ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള ട്രാവൽ വെബ്സൈറ്റായി കേരള ടൂറിസം സന്തോഷം പങ്കുവച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. തൊട്ടു പിന്നാലെ വലിയ ചോദ്യങ്ങളുമായി വിമർശനവുമായി സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട്. കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. അദാനിക്ക് ബിസിനസ് ബന്ധമുള്ള ഷിപ്പിംഗ് കമ്പനിക്കെതിരെ മുഖ്യമന്ത്രി ചെറു വിരൽ പോലും അനക്കിയില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അദാനിക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവിതത്തിനും വിഘാതമായ നിലപാടുമായി മുന്നോട്ട് പോയ സംസ്ഥാന സർക്കാരിന് ഗതിമുട്ടിയപ്പോഴാണ് ബോധമുണ്ടായതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 17 ദിവസം പിന്നിട്ടിട്ടും അനങ്ങാതിരുന്ന സർക്കാരിന് പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ച ആവശ്യത്തിന് മുൻപിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നുവെന്ന് വേണുഗോപാൽ FB പോസ്റ്റിലൂടെ പരിഹസിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പുറത്തുവന്ന പാർട്ടി നേതാക്കളുടെ സംഭാഷണത്തിന്റെ ശബ്ദരേഖ നേതൃത്വം പരിശോധിക്കും. 14-ന് ചേരുന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. വിവാദ സംഭാഷണം നടത്തിയ 2 പേരിൽപ്പെട്ട കമല സദാനന്ദൻ നിർവാഹക സമിതിയിൽ വിശദീകരിക്കേണ്ടി വരും. രണ്ടാമത്തെ ആളായ എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ നിർവാഹക സമിതിയിൽ അംഗമല്ല. എന്നാൽ എറണാകുളത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന നിർവാഹക സമിതി അംഗം അദ്ദേഹത്തിന്റെ വിശദീകരണം റിപ്പോർട്ട് ചെയ്യാനിടയുണ്ട്. ഭർത്താവിനെ മണ്ഡലം സെക്രട്ടറിയാക്കാൻ കമ്മിറ്റിയിൽ വാദം. ES ബിജിമോൾക്ക് CPIയുടെ വിലക്ക്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം. സമ്മേളനത്തിൽ പാർട്ടി മാർഗരേഖ നടപ്പാക്കുന്നത് ലംഘിച്ചതിന് മുൻ MLA ES ബിജിമോൾക്ക് CPI നേതൃത്വത്തിന്റെ വിലക്ക്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിജിമോളെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലക്കിയത്. വിലക്കിനെ കുറിച്ച് അറിയില്ലെന്ന് ബിജിമോൾ പ്രതികരിച്ചു. മെയ് 18-ന് ഏലപ്പാറ മണ്ഡലം സമ്മേളനത്തിന്റെ മേൽഘടകത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ബിജിമോൾ പാർട്ടി സമ്മേളന മാർഗരേഖ നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.